രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല ഗുജറാത്ത് വംശഹത്യയാണോ അതോ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് ഡൽഹിയിലും മറ്റും അരങ്ങേറിയ സിഖ് കൂട്ടക്കൊലയാണോ എന്നൊരു കാര്യത്തിൽ തർക്കമുണ്ടാവാം. ആ പക്ഷപാതപരമായ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയാണ്. ആ രാഷ്ട്രീയം ഞാൻ നിങ്ങൾ ഇവിടെയും പ്രയോഗിച്ചു എന്ത് രാഷ്ട്രീയം? ശ്രീ അനിൽകുമാർ, ഞാൻ ഈ ചോദ്യത്തിലേക്ക് ആദ്യം വരിക. അതായത് SIT പരിപൂർണമായും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണത്തിലാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് SIT അല്ല കേസ് അന്വേഷിക്കുന്നത്, അല്ല ക്ഷമിക്കണം, ഹൈക്കോടതി അല്ല കേസ് അന്വേഷിക്കുന്നത്. ഹൈക്കോടതി അല്ല തെളിവുണ്ടാക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കാര്യങ്ങൾ മെറ്റീരിയൽസ് കൊണ്ടുപോകേണ്ടത് അത് SIT ആണ്. അപ്പൊ അവിടെ സ്വാഭാവിക ജാമ്യമാണല്ലോ കിട്ടിയത്. അസ്വാഭാവികമായി ഈ SIT സ്ലോ ആയോ, മെല്ലെയായോ? ആമയാണല്ലോ ഇക്കാലത്തെ ചർച്ച. ആമയായോ? അതുകൊണ്ടാണോ പോറ്റി പുറത്തു പോകുന്നത്? അല്ല, ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല ഗുജറാത്ത് വംശഹത്യയാണോ അതോ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് ഡൽഹിയിലും മറ്റും അരങ്ങേറിയ സിഖ് കൂട്ടക്കൊലയാണോ എന്നൊരു കാര്യത്തിൽ തർക്കമുണ്ടാവാം. എണ്ണത്തിന്റെ കാര്യത്തിൽ ആയിരങ്ങളാണ്, ആയിരക്കണക്കിന് മനുഷ്യരെ പച്ചയ്ക്ക് കത്തിച്ചു കൊന്ന. ശരി ശ്രീ ഷാബു, ശ്രീ അനിൽ പറയട്ടെ. അപ്പോൾ 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള നിരപരാധികളെ കൊന്നൊടുക്കിയ സിഖ് കൂട്ടക്കൊല, ആ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത് അതിൻ്റെ പേരിൽ പലരും ശിക്ഷിക്കപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവിനോടാണ് TP കേസിനെ കുറിച്ച് ഓർപ്പിക്കുന്നത്. ഞാൻ അത് അത്ഭുതത്തോടെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയ പക്ഷപാതിത്വമൊക്കെ ആവാം, പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് എൻ്റെ അഭിപ്രായം വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഒരു വിഷയത്തിൽ നിന്ന് അവതാരകം തന്നെ ചർച്ച കൊണ്ടുപോകാൻ പാടില്ല. അല്ലല്ല, ഞാൻ എന്ത് ചെയ്തു? പ്രതികളുടെ കാര്യത്തിൽ CPM-നുള്ള കൺവിക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോ റിമാൻഡ് പ്രതികളാണ്, ട്രയൽ, അണ്ടർ ട്രയൽ അല്ലേ? കൺവിക്റ്റ് ആയ ആളുകളുടെ കേസിൽ CPM എടുത്ത പൊസിഷൻ ഇത് പബ്ലിക് അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിയമവിരുദ്ധതയുണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിയമവിരുദ്ധതയോ സത്യവിരുദ്ധതയോ ഉണ്ടോ? നിയമവിരുദ്ധതയുണ്ട്. എന്തുണ്ട്? കടുത്ത നിയമവിരുദ്ധതയുണ്ട്. ഇന്ത്യൻ നിയമ സംവിധാനത്തിൽ ശിക്ഷിക്കപ്പെട്ട CPM-ന്റെ അംഗങ്ങൾ കുറ്റക്കാരാണെന്ന് ഒരാളൊഴികെ, രാമേന്ദ്രൻ അല്ലേ, ആ ഒരാളൊഴികെ വേറെ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് CPM നിലപാടെടുത്തിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വൻമരം വീണാൽ മണ്ണിളകുമെന്ന് പറഞ്ഞത് രാജീവ് ഗാന്ധിയാണ്. സിഖ് കൂട്ടക്കൊലയിൽ മനുഷ്യൻ പച്ചയായിട്ട് കത്തിക്കപ്പോൾ ആ കത്തിച്ച മനുഷ്യനെ കൊന്നൊടുക്കിയ ഒരു രാഷ്ട്രീയത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ പോലൊരു വൻമരം വീണാൽ മണ്ണിളകുന്ന പോലെ കാര്യമേ ഉള്ളൂ ഈ മനുഷ്യനെ കത്തിച്ചത്. ഇത് പറഞ്ഞ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ആ ന്യായീകരിച്ചൊരു പാർട്ടിയുടെ നേതാവിനോടാണ് അങ്ങയുടെ ചോദ്യം. അല്ല, അത് മനസ്സിലായി, അതെനിക്കറിയാം. എന്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം താങ്കൾ പറഞ്ഞത് അംഗീകരിക്കില്ല ശ്രീ അനിൽകുമാർ. എനിക്ക് നിങ്ങൾ ഇതിലെ അണ്ടർ ട്രയൽ CPM നേതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ ട്രയലൊക്കെ കഴിഞ്ഞ് ജയിലിൽ കടന്ന ആളുകളുടെ കേസിൽ നിങ്ങൾ എടുത്ത നിലപാട് പറഞ്ഞതേ ഉള്ളൂ. ഈ TP കേസ് പ്രതി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പൊള്ളലുണ്ടോ, പ്രശ്നമുണ്ടോ? കോൺഗ്രസ്സുകാരനോട് നിങ്ങള് കോൺഗ്രസ്സുകാരോട് ഈ ഇത് കാണിക്കുമ്പോ ആ രാഷ്ട്രീയം രാജീവ് ഗാന്ധി അനിൽകുമാർ, ഈ സമത്വം സ്വാതന്ത്ര്യം എന്ന് വാദിക്കുന്ന നിങ്ങൾ, മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആ വിഷയം ഞാൻ അവിടെ പറഞ്ഞ് ശരിയായില്ല അല്ലേ? 4000 മനുഷ്യനെ ചുട്ടുകൊന്നതിനെ ന്യായീകരിച്ച രാജീവ് ഗാന്ധിക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സ്വാതന്ത്ര്യം പ്രയോഗിച്ചിട്ടുണ്ടോ? എന്താണ് ശ്രീ അനിൽകുമാർ 4000 മനുഷ്യനെ ചുട്ടുകൊന്ന ആ രാജീവ് ഗാന്ധിയുടെ പാർട്ടിയുടെ അതെ 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 നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടോ? അകത്ത് കിടക്കുന്ന ഒരു അണ്ടർ ട്രയൽ കേസിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടിനെ ഞാൻ ട്രയലൊക്കെ കഴിഞ്ഞ് കൺവിക്റ്റ് ആയി അകത്ത് കിടക്കുന്ന ആളുടെ കേസിൽ പോലും നിങ്ങൾ സമ്മതിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ 75-ലെ അടിയന്തരാവസ്ഥയെക്കുറിച്ചും 84-ലെ വൻമരങ്ങൾ വീണതിനെ കുറിച്ചും അതിനുശേഷമുള്ള ഗോത്രയെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് വേണം ഞാൻ ഇങ്ങോട്ട് വരാൻ. ഇതല്ലേ പോയിന്റ്? നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള പുരോഗമന രാഷ്ട്രീയമുള്ള ഇന്നത്തെ മനോരമയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇന്നലെ നടത്തിയപ്പോൾ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികവാർന്ന നേട്ടങ്ങളുള്ള ഈ കേരളത്തിലെ ഇന്നത്തെ രൂപപ്പെടുത്തിയ ഞങ്ങളെ ഇല്ലാതെയാക്കാനാണ്. ആ പക്ഷപാതപരമായ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയാണ്. ആ രാഷ്ട്രീയം ഞാൻ നിങ്ങൾ ഇവിടെയും പ്രയോഗിച്ചു എന്ന് നല്ല സന്ദേശമല്ല. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയൂ. അപ്പൊ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒരു TP കേസ് ഞാൻ പറഞ്ഞതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെ കാര്യം ഇവിടെ പറയേണ്ടതില്ല എന്നുള്ളതാണ് CPM നിലപാട്. അതിനൊരു ആങ്കർ വഴങ്ങണം, ഇതാണല്ലോ ആവശ്യം. സൗകര്യപ്പെടില്ല സാർ, ക്ഷമിക്കുക. ഒരിക്കലും വഴങ്ങണ്ട. നിങ്ങൾ പറയുന്നതിന് സൗകര്യപ്പെടാൻ എനിക്കും സാധിക്കത്തില്ല. അതിന് കാരണം എന്താണ്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെയാക്കാൻ ആരെയാണ് നിങ്ങൾ വെള്ളയടിക്കുന്നത്? വംശഹത്യ നടത്തിയ കോൺഗ്രസ് പാർട്ടിയോ? ഒരു TP കേസ് ഓർപ്പിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? 4000 മനുഷ്യനെ ചുട്ടുകൊന്ന ആ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ വംശഹത്യ താങ്കളുടെ ചോയ്സ് എങ്കിൽ എനിക്ക് വേറെ വഴിയില്ല.
ഇന്ത്യ പറയട്ടെ സമയം നിങ്ങളല്ലേ, നിങ്ങളുടെ ചോയ്സ് അല്ലേ അത്, നിങ്ങളുടെ ചോയ്സ് അല്ലേ അത്. ഞാൻ രണ്ടു വട്ടം പറഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന്. നിങ്ങളാണ് ചോയ്സ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ താങ്കൾ എന്നെ അതിൽ രാഷ്ട്രീയമൊക്കെ കടത്തിയപ്പോൾ എനിക്ക് പറയാതെ പറ്റില്ല. ഞാനിപ്പോഴും പ്രേക്ഷകരോട് പറയാണ്, ഞാൻ ഈ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായിട്ട് എന്താണ് അണ്ടർ ട്രയൽ കിടക്കുന്നത്. നമുക്കറിയില്ല എ പത്മകുമാർ കുറ്റക്കാരനാണോ എനിക്കറിയില്ല. അത് SIT പറയുന്ന അറിവേ ഉള്ളൂ. അങ്ങനെയല്ല എന്താണ് നമ്മുടെ ജയിലിൽ കിടന്ന CPM നേതാക്കൾ ഒരു നിഷ്ഠൂര രാഷ്ട്രീയ കൊലപാതകത്തിൽ. ഇത് ഞാനൊന്ന് ഈ ഒരു പരാമർശത്തോടെ പറയാൻ പാടില്ല എന്നൊക്കെ ആണെങ്കിൽ അതിന് ഞാൻ ഈ 84 ഓർക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല സാർ എന്തായാലും മറുപടി പറയേണ്ടത്. നമുക്കത് വിടാം. താങ്കൾ ഇനി ഞാനതിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. കൃത്യമായ മറുപടിയാണ് 4000 മനുഷ്യനെ ചുട്ടുകൊന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രക്തദാഹം പൂണ്ട ഒരു രാഷ്ട്രീയ കൊലപാതക പരമ്പരയെ ന്യായീകരിക്കാൻ രാജീവ് ഗാന്ധിയെ പോലൊരു പ്രധാനമന്ത്രി പറഞ്ഞ ഈ വാചകത്തെ തള്ളിപ്പറയാതെ അത്തരമൊരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയോട് ഒരു സംഭവത്തിലെ ഒരു വിഷയത്തെ എടുത്തിട്ട് നിങ്ങൾ ചോദ്യമായി ഉന്നയിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ രാഷ്ട്രീയ പക്ഷപാതിത്വമുണ്ട്, ഞങ്ങളോടുള്ള പ്രതികാരമുണ്ട്, അത് പാടില്ലായിരുന്നു എന്ന് ഞാൻ എന്റെ എന്ത് കളർ താങ്കൾ ചേർക്കാൻ ശ്രമിച്ചാലും അത് പറയുന്നതോട് ഞാനത് ഡിഫെൻഡ് ചെയ്യും സാർ. എന്നോട് ക്ഷമിക്കുക. അത് പറയുന്നതോറും കേട്ടിരിക്കാൻ പറ്റില്ല. അത് ഞാൻ ഡിഫെൻഡ് ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു പക്ഷപാതിത്വം ഇല്ല. താങ്കൾ അത് എത്ര വരയ്ക്കാൻ ശ്രമിച്ചാലും ആ വര അവിടെ പാടായി കിടക്കില്ല. അത്രേ ഉള്ളൂ. അയ്യപ്പദാസിനോട് ഞാൻ പറയാമല്ലോ. അയ്യപ്പദാസിന്റെ ഇതുപോലെ ചർച്ചയിൽ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. ഒരു ചോദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രസാദിയായിട്ട് മുഖ്യമന്ത്രിയുടെ മരുമകന്റെ അമ്മായിയപ്പനോ ബന്ധമുണ്ടോ? ബന്ധമില്ല. രണ്ടുത്തരം പറയാവുള്ളൂ. എന്നിട്ട് ആ കേസുമായിട്ട് ഹൈക്കോടതി പോയ സതീശൻ കിട്ടിയ അടി കണ്ടോ? 11 കേസിലാണ് സതീശൻ ഹൈക്കോടതി തോറ്റത്, പ്രതിപക്ഷം ഹൈക്കോടതി തോറ്റത്. നിങ്ങൾ വലിയ കെട്ടിഘോഷിച്ച ഞങ്ങളെ കള്ളന്മാർ, അഴിമതിക്കാരെന്ന് വിളിച്ച കേസുകൾ. ഈ ശബരിമലയുടെ കേസിലും ഞാൻ പറഞ്ഞ ചോദ്യം എന്താണ്? പത്മകുമാർ ജയിലിൽ കിടക്കുന്ന നിയമപരമായൊരു നടപടിയുടെ ഭാഗമായിട്ടാണ്. അതിനെ CPM ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ വാദം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്താണ്? സഖാക്കൾ സ്വർണം കട്ടോ? ഞാൻ ഇന്നും എൻ്റെ നിലപാട് പറയുന്നു, എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയുന്നു. ഒരു സ്വഭാവവും സ്വർണം കട്ടിട്ടില്ല. ഇതുവരെയും ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ CPM നിയോഗിച്ചവരും കട്ടതായി ഒരു തെളിവും ഇതുവരെ വന്നിട്ടില്ല. ഇനി വന്നാൽ അന്നേരം കാണാവുന്ന എൻ്റെ നിലപാട്. ഇതുവരെ കട്ടിട്ടില്ലാത്ത ഞങ്ങൾ കട്ടു എന്ന് കള്ളം പറഞ്ഞു. ഇതിന്റെ പേരിൽ പാട്ടിറക്കി. ആ പാട്ടിറക്കിയവർ നിയമസഭയിൽ വന്ന് പാരടിപ്പാട്ട് പാടുന്ന രസത്തിൽ ചർച്ചയ്ക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടോ ചർച്ച ചെയ്തിരുന്ന ചെവിയുടെ കുറ്റിക്ക് അടി കിട്ടിയാനെ. ചർച്ച ചെയ്യാതെ ഒളിച്ചോടി. എന്നിട്ട് ചാനലിൽ വന്ന് കള്ളം പറയുക. എന്താ കള്ളം പറയുന്നത്? ഇന്ന് പറഞ്ഞൊരു കള്ളം ഞാൻ പറയാം. 2025 പോറ്റിയിടയിൽ കൊടുത്തു വിട്ടോ? ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് കൊണ്ടുപോയത്. ഒരു പോറ്റിക്കും അതിൽ തൊടാൻ ഞാൻ പറയട്ടെ, ഒരു പോറ്റിക്കും അതിൽ തൊടാൻ അവകാശമുണ്ടായില്ല. നിങ്ങളതിന്റെ വീഡിയോ ഉണ്ട്, ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ പ്രശാന്തിന്റെ കാലത്ത്, BN വാസവന്റെ കാലത്ത് നിയമവിരുദ്ധമായി ഒന്നും നടന്നില്ല എന്നതാണ് സത്യം. ആ സത്യം നമ്മുടെ കൺമുമ്പിലിരിക്കെ ആ മന്ത്രി രാജിവെക്കണമെന്ന് വാദിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? അവിടെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം? ഇന്നും ഉത്തരമില്ല. എന്താണ് ഉത്തരമില്ലാത്തത്? എന്തിനാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് 2 എംപിമാർ ഈ കള്ളന്മാരെയും കൊണ്ട് പോയത്? വെറുതെ അല്ല പോയത്, ടിക്കറ്റ് എടുത്താ പോയത്, പാസ് എടുത്താ പോയത്. ഒരു തവണയല്ല പോയത്, പല തവണയാ പോയത്. ഇതിന് ഉത്തരം പറയാൻ കോൺഗ്രസിന് ബാധ്യതയില്ല. അപ്പൊ ഞങ്ങളുടെ ഭാഗത്തുള്ള പരാതി എന്താണ്? ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ച എന്താണ്? 2004 തന്ത്രി പോറ്റി അവിടെ കയറ്റി. 2007 സിഒവിനകത്ത് കയറ്റി. 2014 ബോർഡിന്റെ കാലത്ത് ഈ പോറ്റിയെ അല്ല, ഈ ഒരു വാക്കൂടെ, ഈ പോറ്റിയെ കൊണ്ട് കൊടിമരം നിർമ്മിക്കാനുള്ള ഇടപാട് നടത്തി. അവിടെ മണി അത് നവീകരിക്കുന്നതിന് വേണ്ടി ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ കയറ്റിയ പോറ്റിയെ 2019 ബോർഡിന് തിരിച്ചറിഞ്ഞ് ഇറക്കാൻ കഴിഞ്ഞില്ല. പോറ്റി കുറ്റക്കാരനാണ് എന്ന് മനസ്സിലായ ശേഷം ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ആദ്യത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞു, അയ്യപ്പ സംഗമത്തിന് പോറ്റിയെ ക്ഷണിച്ചിട്ടുണ്ടോ? ശ്രീ അനിൽകുമാർ, ഈ ജാമ്യത്തിലിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നൊരു ആശങ്ക CPM-നുണ്ടോ? താങ്കൾക്ക് 2 മിനിറ്റ്. അല്ല, ഈ സ്വർണം കട്ടവരുടെ കൂട്ടത്തിൽ പങ്കജ് ഭണ്ഡാരിയുടെ പേരും ഗോവർദ്ധന്റെ പേരും അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരും കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞില്ലല്ലോ. അവർ സ്വർണം കട്ടിട്ടില്ലെന്നല്ലേ കോൺഗ്രസിന്റെ നിലപാട്? മുമ്പേ പറഞ്ഞപ്പോൾ കുറേ പേരുടെ പേര് പറയുന്നത് കേട്ടു. ഈ 3 പേരുടെ പേര് കോൺഗ്രസ്സുകാർ പറയുന്നില്ല. ഈ 3 പേർ പരമ പവിത്രരാണ്. അതിന് കാരണം എന്താണ്? ഇവരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസാക്കിയത്. അല്ല, അങ്ങനെ ഒരു നിലപാട് പക്ഷേ സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിപ്പിച്ചിട്ട്
അല്ല, ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ ചർച്ചയിൽ എന്താ പറഞ്ഞത്? സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ ഗോവർദ്ധൻ കള്ളനാണ്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ ഗോവർദ്ധൻ കള്ളനാണെന്ന് ഈ ചർച്ചയിൽ പറഞ്ഞോ? കള്ളന്മാരുടെ പേര് 3-4 പേരുടെ പേര് മുമ്പ് കേട്ടല്ലോ. കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ് ഞാൻ കേട്ടു. ആ പേരിന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറഞ്ഞോ? ഞാൻ പട്ടിക മുഴുവൻ വായിച്ചില്ല എന്നുള്ളതാണോ പ്രശ്നം? ശബരിമലയിലെ മോഷണത്തിന്റെ 1ാമത്തെ പേര് ഉണ്ണികൃഷ്ണൻ അല്ലല്ല, പേര് ഈ 3 പേര് പറയണില്ല. ശബരിമലയിലെ സ്വർണം കട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് കള്ളൻ എന്ന് വിളിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണെന്ന് കോൺഗ്രസ്സുകാരൻ പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ഇല്ല. ഗോവർദ്ധൻ കള്ളനാണെന്ന് അയ്യപ്പദാസ് കേട്ടില്ല, ഞാൻ കേട്ടില്ല. മനോരമയിലെ പ്രേക്ഷകരും കേൾക്കുകയില്ല. പിന്നെ ഭണ്ഡാരി കള്ളനാണെന്ന് പോലും പറയോ? പറയത്തില്ല. എന്താ പറയാത്തതിന് കാരണം? ഈ 3 പേരും സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസമാണ്. ശരി. അപ്പൊ പിന്നെ അവരുടെ രാജ്ഞി ആരാണ്? കള്ളന്മാരുടെ രാജ്ഞി ആരാണ്? അങ്ങനെയാണ് ഈ പോറ്റി പുറത്തിറങ്ങി സോണിയാഗാന്ധി രക്ഷിക്കില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ല, അതാണ് പറയുന്നത്. ഇതെല്ലാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചുമതലയിൽപ്പെട്ട കാര്യമാണ്. ആ ചുമതലയിൽപ്പെട്ട കാര്യം കേരള ഹൈക്കോടതി നിർവഹിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിക്കും SITക്കും പിന്തുണ കൊടുത്തു. അല്ല, അങ്ങനെ സോണിയാഗാന്ധി രക്ഷിക്കാനായി പോറ്റി പുറത്തിറങ്ങുന്ന സാഹചര്യമെങ്കിലും SIT ഒഴിവാക്കണമായിരുന്നു എന്നാണ് എന്റെ പോയിന്റ്. അല്ല, അങ്ങക്ക് പോയിന്റ് ഹൈക്കോടതിയോട് പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഡെസ്കെ ചാടിക്കയറുന്നവരുണ്ടല്ലോ നിങ്ങളുടെ കൂടെ. ഹൈക്കോടതിയുടെ ബെഞ്ച് ചാടിക്കയറട്ടെ. അതെ, ഡെസ്കെ ചാടിക്കയറുന്നവർ ഹൈക്കോടതിയുടെ ബെഞ്ചിന്റെ മേലെ കയറട്ടെ. എന്തായാലും നിയമസഭ തോറ്റുപോയി. നിയമസഭ തോറ്റോടി. ഇതുവരെ കൊടുത്ത മുഴുവൻ കേസിലും ഹൈക്കോടതി തോറ്റോടുകൂടി സതീശന് ഹൈക്കോടതി പോകാനും മാർഗം